ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കണം. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ചെറിയൊരു യാത്രയിലേക്കാണ്. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു ചെറിയ സ്റ്റേക്കേഷനിലേക്ക് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് വരാൻ പോകുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കിച്ചാപ്പൂന് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, ഒരു ലോങ് വെക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് താമസിക്കണം. ആ കുട്ടിക്ക് എന്താണ് ഇങ്ങനെ ഒരു ഒബ്സഷൻ എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടാത്തൊരു കാര്യമാണ്. അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ ചെയ്യുന്നതിന് പകരം ഒരു ദിവസമെങ്കിലും ഒരു രാത്രിയെങ്കിലും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കിടക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ താമസിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ നമ്മളെ ഭയങ്കരമായിട്ട് കാം ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത്ര കാലമായിട്ടും മനു ഉണ്ടായിരുന്ന സമയത്തും ഓരോ വെക്കേഷനും അവർ കണ്ണേട്ടനും മനുവും കിച്ചുവും കൂടിയിട്ടാണ് പോവാറുണ്ടായിരുന്നത്. ഇന്നേ ദിവസം വരയ്ക്കും ഞാൻ പോവാറില്ല. ബിക്കോസ് അവരിവിടെ ലോക്കലായിട്ടുള്ള ഒരു സ്ഥലത്താണ്, അതായത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് അവർ പോയി താമസിച്ചിട്ട് അടുത്ത ദിവസം വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പെട്ടിയും പൊക്കണമൊക്കെ കെട്ടിയിട്ട് പോകണമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പോവാറില്ല. ഇപ്രാവശ്യം അവൻ പറഞ്ഞു, അമ്മ ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ഹയാത്ത് സെൻട്രിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലമേർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ദുബായിൽ തന്നെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ്സും കൂടി ഇല്ല. ഓക്കെ, അവിടെയാണ് ബുക്ക് ചെയ്തത്. തെറ്റില്ലാത്ത ഹോട്ടലാണ്. ഒരുപാട് ആർഭാടങ്ങളായിട്ടുള്ള രീതിയിലൊന്നും ഒരു ദിവസത്തേക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് തെറ്റില്ലാത്ത ഒരു ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്തു. ഈ കുട്ടിക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ്, അവിടുത്തെ ബെഡ്, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂമിൻ്റെ വ്യൂ, അതേമാതിരി അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും പോവാം, അതല്ല. പക്ഷെ അവൻ്റെ കോൺസെപ്റ്റ് പ്രകാരം നമ്മളൊരു സ്റ്റേക്കേഷനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് അവൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒന്ന് ട്രൈ ചെയ്യൂ. എല്ലാ ദിവസവും അമ്മ ഒരേപോലെ ജോലിയല്ലേ ചെയ്യുന്നത്, ഇതേ തന്നെയല്ലേ വീട്ടിലിരുന്ന് ചെയ്യുന്നത്, ഒരു ദിവസം ഒന്ന് മാറ്റി നോക്കൂ എന്ന് പറഞ്ഞു. ആൻഡ് അത് കുട്ടി ആയതുകൊണ്ടല്ല, ടു ബി ഓണസ്റ്റ്, അതൊരു വളരെ വളരെ ഒരു ചേഞ്ച് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഞാൻ ഇത്രയും കാലം ഞാനിതെന്തുകൊണ്ട് ഇവർ പോയ സമയത്ത് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ റുട്ടീൻ അതേമാതിരി തന്നെ നേരെ പോകുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൻ്റെ ഉള്ളിൽ വരുന്നു, അത് തന്നെയായിരുന്നു എൻ്റെ ലോകം. എനിക്ക് വേറെ ഒരു ഷോപ്പിങ്ങോ ഇല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവേ, എനിക്ക് അങ്ങനെ ഒന്നും ആരുമില്ല. സോ അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞപ്പോൾ എനിക്കതൊരു വളരെ നല്ലൊരു ഇതായിട്ട് ശരി ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ ദാറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അവിടുന്ന് ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് ആ ബീച്ചിൽ നിന്ന് ഒരു സൺസെറ്റ് കണ്ട്, ആ സൺസെറ്റ് കാണുന്ന സമയത്ത് അത് വാച്ച് ചെയ്ത് ഇരുന്ന് സമാധാനത്തിൽ ഇരുന്ന്, ഇറ്റ് മെയ്ഡ് ലോട്ട് ഓഫ് ഡിഫറൻസ്. എന്നെപ്പോലെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കധികം എന്താ പറയുക, ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഒരു ദിവസം ഒന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, ഇത്ര കാലം ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഷുഡ് സേ ദാറ്റ് എൻ്റെ മകനോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളുടെ മൈൻഡിനെ വല്ലാണ്ട് റിഫ്രഷ് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നും കൊണ്ട് നമ്മൾ സൺസെറ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് വാച്ച് ചെയ്തു. മൈൻഡ് ഭയങ്കര ഒരു കാംനെസ്സിൽ കൂടെ പോകുന്ന പോലെ തോന്നി. ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് എനർജി കിട്ടുന്ന പോലുള്ള ഒരു ഫീലിംഗ് തോന്നി. നമുക്ക് വേറൊരു ഫീലായിരുന്നു. അപ്പോൾ അവൻ എപ്പോഴും അത് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ് എന്നുള്ളത്. ഞാൻ മെയിനായിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് പൂച്ചകളെല്ലാവരും ഉണ്ട്, അവരെയൊക്കെ ഒന്ന് വിട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ്. അതുകൊണ്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളുമായിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ഒരു കുട്ടിയാണ്. എനിക്ക് എങ്ങനെ പോയാലും ഞാൻ വീട്ടിൽ തന്നെയാണ്. എനിക്ക് ഭക്ഷണങ്ങളൊന്നും അത്ര പെട്ടെന്ന് പിടിക്കില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി,
നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബ്യൂട്ടിഫുൾ സൺസെറ്റ്, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. വളരെ അധികം ചിലവൊന്നും നിങ്ങൾക്ക് ഇതിന് വരില്ല. ഓക്കെ, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ, ആർഭാടമൊന്നും ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതുവരയ്ക്കും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മെനു ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ കമ്മിയായിരുന്നു. പ്രത്യേകിച്ചിട്ട് വെജിറ്റേറിയൻ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഭേദപ്പെട്ട ലെവലിലേക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പരീക്ഷ പോലെ ഇരുന്ന് വായിക്കേണ്ട ഒരു സ്ഥിതിയാണ്. സോ ഓരോന്നും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് തെറ്റില്ല, തരക്കേടില്ല, കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടത് ഞാൻ ഓർഡർ ചെയ്തു. അതായത് ഒരു ടൊമാറ്റോ സൂപ്പ്. ഇതൊക്കെ വന്നിട്ട് കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ. നമുക്ക് എവിടെ പോയാലും ഒരുപോലത്തെ ടേസ്റ്റ് ആയിരിക്കും. എനിക്കൊന്നും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ, അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ കണ്ണേട്ടനൊരു സീസർ സാലഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് അത് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചിക്കൻ ഇട്ടാൽ മതി എന്നുള്ള രീതിയായിരുന്നു. അതും എനിക്ക് കുഴപ്പമില്ലാത്തതായിരുന്നു. പിന്നെ കിച്ചു ഒരു ഫ്രഷ് പ്രോൺസിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർ അച്ഛനും മകനും കൂടി കഴിച്ചു. ഞാൻ ടേസ്റ്റ് നോക്കിയില്ല, എനിക്ക് അതിൻ്റെ മണം ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു സീ ബാസിൻ്റെ ഒരു ടൊമാറ്റോ ബേസിൽ വരുന്ന മാതിരി സീ ബാസിൻ്റെ ഒരു ഡിഷ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് താല്പര്യം എനിക്കിഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക്. പക്ഷേ ഈ റൈസ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതായത് അറബിക് സുമാക്ക് എന്ന് പറയുന്ന ആ ഒരു പൊടി കൊണ്ട് ഉണ്ടാക്കിയ റൈസ്, അതും അതിൻ്റെ അടിയിലത്തെ ആ ഒരു ഗ്രേവിയും കൂടിയിട്ട് ഞാൻ കഴിച്ച് അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അധികം വയറൊന്നും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ആ സൂപ്പും ഇതും മാത്രമായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ കണ്ണേട്ടനാണ് കഴിച്ചത്, കിച്ചുവും കൂടിയിട്ട്. ഞാൻ മെയിനായിട്ട് മിസ് ചെയ്ത ആ ഒരു എന്താ പറയുക, വിശപ്പ് മാറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ ഡെസേർട്ട് മെനു കണ്ടത്. ഡെസേർട്ട് മെനു തകർപ്പനായിരുന്നു. അതിലെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീം ബ്രൂളെ ഉണ്ടായിരുന്നു. അത് ഒരു 1.5 പോർഷനായിരുന്നു അവർ കൊണ്ടുവന്നത്. നമ്മൾ മെയിൻ കോഴ്സ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണ്ട, നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് നമ്മൾ ഡെസേർട്ട് കഴിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ക്രീം ബ്രൂളെ ആസ്വദിച്ച് കഴിച്ചു. അവിടെ നോ കോംപ്രമൈസ്, ഒന്നും തന്നെ കോംപ്രമൈസ് ഇല്ലാതെ അന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. സമയത്തായി, വീണ്ടും പൊതച്ചുറങ്ങരുത് മകനെ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. മെയിൻ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ്. ആവു എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് വയ്യ. ഹലോ, എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ടോ? 10:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. കം ഓൺ എവരിബഡി. നല്ല ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ്. വളരെ ലേറ്റായിട്ട് എണീച്ചു. 10:45 പോകണം താഴെ. അതുകൊണ്ട് ഒരു 9 o'clock എണീക്കുക, ഇതൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നടക്കാത്തൊരു കാര്യമാണ്. എൻ്റെയൊക്കെ 4:30 മണി ഷെഡ്യൂളാണ്, 3:30-4:30 മണി ഷെഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ഡിഫറെൻ്റായിട്ട് 9-9:15 വരയ്ക്കുമൊക്കെ കിടന്നിട്ട് എണീച്ചു, വളരെ നന്നായിട്ട്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ വിചാരിച്ചു. 2 കുളിക്കാത്ത നാറ്റകൾ. കുളിച്ചു, സ്കിൻ പ്രെപ്പ് ചെയ്തു, പിന്നെ വന്ന് മേക്കപ്പ് ഇടാം. ഇപ്പോൾ പോയി കഴിക്കാം. ലെറ്റ്സ് ഈറ്റ്. ഫസ്റ്റിൻ്റെ സമയം രാത്രി കണ്ട പോലെ അല്ലായിരുന്നു. വളരെ ക്രൗഡഡ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കിച്ചു പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്. അതായത് രാത്രിത്തെ ആ ഒരു ഭക്ഷണത്തിൻ്റെ എക്സ്പീരിയൻസ്. ഓരോ ഹോട്ടലിലും എങ്ങനെയായിരിക്കും അവരുടെ സ്പ്രെഡ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതൊക്കെ ചെയ്യണം അമ്മ എന്നാണ് അവൻ്റെ ഒരു ഇത്. ഓക്കെ, ആൻഡ് ഐ ഫെൽറ്റ് അത് ഒരു 8 മാസം കൂടുമ്പോഴോ 9 മാസം കൂടുമ്പോഴോ ഒരു വലിയ ഹോളിഡേ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് എനിക്ക് ആദ്യമായിട്ടുള്ള രീതിയിൽ തോന്നിയ ഒരു
ഇതായിരുന്നു. സോ ഞാൻ പോയിട്ട് എല്ലാ വിഭവങ്ങളും നോക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത്. സോ യെസ്, വളരെ നല്ലൊരു സ്പ്രെഡായിരുന്നു ആൻഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്, ക്ലീൻ, വെരി നീറ്റ്ലി കെപ്റ്റ്. അതുകൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ഹെവി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ആൻഡ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതുകൊണ്ട് ടെൻഷനില്ല. പക്ഷേ 10:45 തീരും. അപ്പോൾ നമ്മളുടെ പ്ലാൻ പ്രകാരം നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യുക എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തു. വേണ്ടത് എനിക്ക് വേണ്ടത് ഞാൻ എൻ്റെ പ്ലേറ്റിൽ എടുത്തിട്ട് വന്നു. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. എല്ലാം നന്നായിരുന്നു. ഹാഷ് ബ്രൗൺസ് ഉണ്ടായിരുന്നു, കുറച്ച് ചീസസ് ഉണ്ടായിരുന്നു, അതേമാതിരി എന്താണ് പറയുക, ഫ്രഞ്ച് രീതിയിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു, പാൻ കേക്ക്സ് ഉണ്ടായിരുന്നു, ബോയിൽഡ് എഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അസോർട്ടഡ് ആയിട്ടുള്ള ബ്രെഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ വളരെ നന്നായിട്ടുള്ള രീതിയിൽ ഒന്നും വേസ്റ്റ് ആക്കിയില്ല, വേണ്ടത് മാത്രം എടുത്തു. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഞാൻ 2 സ്പൂണ് മ്യൂസ്ലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിയ പുഡിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കണം എന്നുണ്ടായിരുന്നു. സോ എനിക്ക് വേണ്ട രീതിയിൽ ഞാനത് എടുത്തു. എനിക്ക് ചിയ അധികം ഇഷ്ടമായില്ല, പക്ഷേ മ്യൂസ്ലി വാസ് വെരി ഗുഡ്. അവരുടെ ആ യോഗട്ട് ബേസിൽ ഇട്ടിരിക്കണ ഈ മ്യൂസ്ലി അതൊന്ന് ട്രൈ ചെയ്യണ കാര്യമാണ്. ഇനി വീട്ടിലും അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട്. ബിക്കോസ് അതെനിക്ക് ആ ഒരു ഫ്ലേവറും അതിൻ്റെ കുതിർന്ന് കിടക്കുന്നതും എല്ലാം കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ണേട്ടനോട് പറയുകയും ചെയ്തു, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് കണ്ണേട്ട എന്ന് ഞാൻ പറയുകയും ചെയ്തു. സോ യെസ്, ഇതാണ് ആദ്യത്തെ പാർട്ട് 1 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചെറിയൊരു സ്റ്റേക്കേഷൻ അതെങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ. ഒരു ആർഭാടും ഇല്ലാട്ടുള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള രീതിയിൽ പോകുന്നു. വീട്ടിന് കുറച്ചപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഒരു രാത്രി താമസിച്ചതിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് പാർട്ട് 1 കാണിച്ചു തരുന്നത്. ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന മേക്കപ്പിൻ്റെ കാര്യങ്ങൾ, പ്ലസ് ഐബ്രോൻ്റെ കാര്യങ്ങൾ, പ്ലസ് ഓരോ കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ. Ta-da-da, ta-da-da-da, dum ta-da-da, ta-da-da-da, dum ta-da-da, ta-da-da-da. Vinny's Kitchen.